Guys, നമ്മളിപ്പോ okay, this is like തൊടുപുഴ vlog ആണ്. Okay. Hi sir. പിള്ളേരെ പൈസ ഗ്യാസിന് പണിക്കൊക്കെ ഫ്രണ്ട് ഒരു ഭാര്യ ഒരു ഭർത്താവ്. ഓ രാജചേട്ടൻ ഹായ് പറഞ്ഞേ. എല്ലാരും ഈ വഴി വരണം പറയൂ. എല്ലാരും സ്ഥലത്തിന്റെ പേരെന്തായിരുന്നു? സ്ഥലത്തിന്റെ പേര് തൊടഞ്ചേരി തൂക്കുവാല 2018 പ്രളയത്തിലുള്ളത് നശിച്ചു പോയി ഗൈസ്. സോ അത് വീണ്ടും ശരിയാക്കാനുണ്ടല്ലേ? ആ വലിയ പാലം. അപ്പൊ രാജേട്ടൻ എന്ത് ചെയ്യും? ഇതെങ്ങനെ ഇതിന്റെ അടി പാറ പൊട്ടിച്ചിട്ടുണ്ട്? കുഴിയാണോ? ചുഴി ഉണ്ടാകോ? അയ്യോ ചുഴി ഉണ്ടാവോ രാജേട്ടൻ? ഇവിടുത്തെ ആൾക്കാർക്ക് സ്ഥിരം ഇവിടെ കുളിക്കണമെന്ന്. അപ്പൊ ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ഇതൊക്കെ റൈഡൊക്കെ കഴിഞ്ഞിറങ്ങുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ്. രാജേട്ടൻ താങ്ക്സ്. അപ്പൊ ഞങ്ങളെ സേഫ് ആയിട്ട് വേണമെന്ന് എത്തിച്ചതില്. വരുമ്പോ എല്ലാരും പോരെ ഇങ്ങോട്ട്. തൊടഞ്ചേരിയാണ്. ഓക്കെ ടാറ്റ ഗൈസ്. അപ്പം ഞങ്ങള് കഴിഞ്ഞിട്ടുണ്ട്. അവിടെ കുറെ പേര് ഞങ്ങള് ഇപ്പോഴത്തെ ഇത് കഴിഞ്ഞോ കഴിച്ചിട്ട് ഞങ്ങൾ നെക്സ്റ്റ് പ്ലേസിലേക്കാണ് പോണത് അല്ലേ? നമുക്ക് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലമാണ് തൊടുപുഴ ഓഫ് ദി ഇന്ത്യ. അതെ, പക്ഷെ ഇല്ല, അതിന് മുന്നേ നമുക്ക് പിറ്റ് സ്റ്റോപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനിടയ്ക്ക് കൂടി നമ്മൾ നിർത്തും. ഒരുപാട് അപ്പം സേഫ് ആയിട്ടുള്ള ഒരു തൊടുപുഴ വ്ളോഗ്. വഞ്ചിനായിട്ട് കഴിഞ്ഞിരിക്കും. ബാക്കിൽ വഞ്ചി കാണുന്നുണ്ടോ? ഇല്ല, സ്കൂട്ടർ ഉണ്ട് രാജേട്ട്. ഗായ്സ്, അപ്പൊ ഞങ്ങൾ ആ സത്യം അറിഞ്ഞ് ഇവിടെ പാലം വരാൻ പോവുകയാണ്. അപ്പം എത്ര പേരുടെ കണ്ണിയിലാണ്? 8 കോടിയാണ് ഈ മച്ച വാങ്ങിച്ചേക്കണം, അറിയോ? ഞാനല്ല, കോടിക്ക് എന്ത് വാങ്ങാണ്ടാണോ? സ്കൂട്ടർ റെഡിയാണ്. സൗണ്ട് എന്താ? അടുത്ത സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. നമ്മൾ അടുത്ത പിറ്റ് സ്റ്റോപ്പ് എത്തിയിട്ടുണ്ട്. അവിടെയായിട്ടാണ് നമ്മൾ അടുത്ത ഒരു ഇത്. അതിനൊക്കെ മനസ്സിലായോ? പിന്നെ പോടി കണി പ്രശ്ന ഡാമില് വെള്ളമില്ല. ഞങ്ങള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്കില്ല, നമുക്ക് നടക്കാൻ പറ്റില്ല. നിങ്ങളെ കാണിച്ചു തരാം. കണ്ടോ, ഒരാളിൽ നിന്ന് മീനൊക്കെ പിടിക്കണോ. കിട്ടിയിട്ടില്ല. നിങ്ങൾ വിചാരിക്കണ്ട ഞങ്ങൾ വന്നവരാണെന്ന് ഒരിക്കലും. ഇപ്പം മഴയില്ലാത്തത് അധികം മീനില്ലെന്നാണ് അവർ പറയുന്നത്. അല്ല ചേട്ടൻ പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുന്നതാണ്. പോപ്പിറ്റ്സ് ലൈക്ക് എന്തെങ്കിലും മീൻ കിട്ടുമായിരിക്കും. ചേട്ടപ്പോ ഇവിടെ ഒന്നും കിട്ടിയില്ല. എന്തിനാ കിട്ടിയേട്ടാ? കിട്ടിയോ? മീൻ പല മീൻ അപ്പം ഇപ്പോൾ
ഒരു തീരുമാനം എടുത്തേക്കണെന്ന് വെച്ചാൽ ഞങ്ങൾ ഇനി ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻസിൽ ഒന്നും കൂടി ആഡ് ചെയ്യുന്നു. കാത്തിരിക്കടവല്ല, കാച്ചാടിക്കടവ് നമ്മൾ പോകൂലേ, അവിടെ നിന്ന് നമ്മൾ റൈറ്റ് എടുക്കൂലേ, നമ്മൾ റൈറ്റ് എടുത്ത് പറഞ്ഞല്ലോ, അവിടെ നേരെ ഒരു മല കണ്ടിട്ടില്ലേ, ആ മലയിലാണെന്ന് അടിപൊളിയുള്ള സ്ഥലം കാണിച്ചു. സോ നിങ്ങളപ്പം മനസ്സിലായല്ലോ, കാച്ചാടിക്കടവിൽ പോകാൻ പോണേ. ഇതുപോലെ സോ കാച്ചാടിക്കടവ് ആസ് യു ഗൈസ് ഓൾ നോ, നിങ്ങൾക്ക് ഇത് ഗൈസുകള് പോണെയാണ് കാറ്റാടിക്കടവിലേക്ക്. ഗൈസ് നമ്മൾ എത്തിയിരിക്കുന്നത് മലമുകളിൻ്റെ ബാക്കിലല്ല, ഫ്രണ്ടിലാണ് ഗൈസ്. സോ ഇവിടെ ഒരു സ്കൂളുണ്ട്. ദെൻ ഈ സ്കൂള് എന്ന് പറഞ്ഞാൽ ഭയങ്കര സിനറ്റിക്. ഗൈസ് എൻ്റെ ചെറുപ്പ് പൊട്ടി കണ്ട. ബാക്കിലൊരു വ്യൂ ഓഫ് ദി ഇന്ത്യ ഉണ്ട്. ചേച്ചി ചേച്ചി കാച്ചാടിക്കടവ് എവിടെയാ? ആ കാച്ചാടിക്കടവ്. ഏതിനാ പോണേ? ഞങ്ങള് വന്നപ്പോ ഇത്ര സമയം എന്നാ ചെയ്യും? എറണാകുളം. ശരി പോയിട്ട് വരാം. ഓക്കെ ഓക്കെ ശരി. നല്ല രസങ്ങളല്ലേ. അയ്യോ കാച്ചാടിക്കട ഇതിട്ടുണ്ട്, മഞ്ഞപ്പൂവ് ഇങ്ങനെ ഇങ്ങനെ കാച്ചാടിക്കട എത്തിയിട്ടുണ്ട്. എനിക്ക് സൂക്ഷിച്ചെടുക്ക സ്ഥല ചെരുപ്പ് അതിനടുക്ക് പൊട്ടിയിട്ടുണ്ട്. നമ്മൾ കയറുന്ന സമയത്ത് അവളുടെ ചെരുപ്പ് അങ്ങനെ പൊട്ടിപ്പോയി. അപ്പൊ ഞാൻ നോക്കിയപ്പോ സാധനത്തിന് കളയില്ല. ഇടി വണ്ടി വണ്ടി കയറൂല. വണ്ടി മറ്റേ കേറിയത് പറ്റി 20 മനസ്സിലാക്കി പോണത് അത് തന്നെ. ഇനി നമ്മുടെ എഞ്ചിൻ നമ്മള് തന്നെ ഞങ്ങളുടെ മാൻ പവറിൽ കൊള്ളാല്. അതെ ഡാഡി കുറിച്ച് വിളിക്കും. റബ്ബറും തോട്ടത്തിന്റെ ഇടക്കാണ്. ഇത് തന്നെയാണ് സ്ഥലം. ഐഫുഷോ ഗൈസ്. ആർക്കെങ്കിലും ഈ വലിയ കയറ്റം വരാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കണം സാർ. നമ്മൾ ബാക്ക് സ്റ്റെപ്സ് കിടക്കാം, ബാക്ക് ഫുട്ട് വെച്ച് കിടക്കാം. ഇത് കാണണ്ട പാവം. അപ്പൊ ഇങ്ങനെ ബാക്ക് സ്റ്റെപ്സ് വെച്ച് ഗോവയിൽ ചൂണ്ടിട്ട് എനിക്ക് അണക്കണില്ല. യുനോ ഞാൻ നിനക്ക് ടയർഡാണ്. എനിക്ക് ഞാൻ ആക്ട് ലൈക്ക് ഐസൊലേഷൻ പട്ടികളെ പോലെ എനിക്കൊന്നും ഒന്നല്ല. ഇത് മറ്റേ സുകുമാരി വീട്ടിലേക്കുള്ള വഴികൾ. ലൊക്കേഷൻ വർക്ക് ചെയ്യോ? ആക്ച്വലി നമ്മള് അവരുദ്ദേശിച്ച ഇത് വണ്ടിക്ക് കയറാൻ ഉദ്ദേശിച്ചവര് പിന്നെ കയറില്ല വണ്ടിക്ക്. നമ്മുടെ വണ്ടിക്ക് കയറില്ല. പക്ഷെ അവരുദ്ദേശിച്ചെന്താ വലിയ കയറ്റമല്ലോ. ഒരു കയറ്റം പക്ഷേ കൊറേ ഉണ്ടാന്ന്. എനിക്കില്ല ഇപ്പൊ ഒരു കാര്യം മനസ്സിലായി. ഞങ്ങളിപ്പോ എന്നിട്ടേ അയാള് ചോദിച്ചില്ലേ നമ്മള് കഷ്ടപ്പെടും. അത് ഓർക്കുന്നുണ്ടത് പറഞ്ഞത്. കഷ്ടപ്പെടും എന്ന് പറഞ്ഞായിരുന്നു. ഇപ്പഴാ മനസ്സിലായത് അതിന്റെ അർത്ഥം. ഞങ്ങൾ വെച്ച് പിന്നെ ഈ വണ്ടി ഓടിച്ചോണ്ട് വയ്യ ഇതൊക്കെയാണ് കഷ്ടപ്പാട്. പക്ഷെ ഇത് നല്ല ഹിമാലയനൊക്കെ ആണെങ്കിൽ കേറി ഇങ്ങോട്ട് പോകും. സൺ സ്ലാപ്പഡ് ചത്തവളോ എല്ലാരും അൺസ്കോപ്പ്. ഇവിടം വരെ എത്തിയിട്ടുള്ളൂ വ്യൂ പോയിന്റ്. ഒരു ചേട്ടൻ പറഞ്ഞുണ്ട്
എന്തോ ഭാഗ്യത്തിന് ചേട്ടൻ കാണും നമ്മൾ. നമുക്ക് ചോദിക്കാം. ചേട്ടൻ്റെ ഫോൺ വന്നല്ലോ വണ്ടി. സാറില് അവര് വന്നിട്ട് ഇതല്ല കാറ്റടിക്കുന്നെന്ന് പറയണല്ലേ. ചോദിക്കാം. ഓഫ് റോഡ് സാറ് നിന്റെ ചെരുപ്പ് ഓൾറെഡി പൊട്ടിരിക്കണേ. ബേട്ടാ സൂക്ഷിക്കട്ടോ. ഇത് കൂടി നടക്ക്. 15 മിനിറ്റ്. അതാ ചേട്ടന്. അവിടെ വേറെ ആരെങ്കിലും ഉണ്ടാവോ? വന്നില്ലേ? കാട്ട് പുലിയൊന്നും അല്ലല്ലോ. പന്നിപ്പടക്കം വാങ്ങിച്ചിട്ട് പൊട്ടിക്കും. അതെ, ഇവിടെ ഇരുന്നോ? കുറച്ച് നമുക്ക് മനസ്സിലായി. നമ്മൾ വെറുതെ പിടിച്ചു പോകണ്ട. പക്ഷെ ഇവിടെ എത്തത്തുണ്ടില്ലെന്ന്. ഇവിടെ നല്ലതല്ലേ, പോയിട്ട് വരാം. സർലൂർ അങ്ങനെ പറഞ്ഞപ്പോ സർലൂ കുറച്ചും കൂടി നിങ്ങളുടെ ഡീഹൈഡ്രേഷൻ സെറ്റായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോ 15 മിനിറ്റ് സർലൂൺ സെറ്റായി. സർലൂന് കല്ലൊക്കെ എടുത്തറിയാൻ ഞാനും ചേട്ടൻ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്തതല്ല, സേഫ്റ്റിക്ക് വേണ്ടി പറഞ്ഞായിരിക്കാം. അതാണോ അല്ലേ? അതിന്റെ പെട്ടെന്ന് എനിക്ക് ടെൻഷൻ വന്നിട്ടാ വോണ്ടറിങ്. എടോ എന്താ എത്ര കിലോമീറ്റർ? 2 കിലോമീറ്റർ. നിസ്സാരം. സ്റ്റേഡിയത്തിന് ചുറ്റും എന്തേരം കറങ്ങിയിട്ടുള്ള എനിക്ക് പറ്റില്ല. എനിക്ക് പോയിട്ട് പോണം. 2 കിലോമീറ്റർ മനസ്സിലായ? കാട്ടുപന്നിയല്ല, കാട്ടുപോത്ത് പോണ ലാഘവത്തോടെ പോയിട്ട് തിരിച്ചു വരും. ഡിസ്ക്ലൈമർ പറഞ്ഞാലും ശരി, 2 മണിക്കൂർ അല്ലെങ്കിൽ 2 കിലോമീറ്റർ ഞങ്ങൾ പോയി തിരിച്ചു വന്നിട്ട് ഈ സ്ഥലത്ത് തന്നെ വ്ലോഗ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഇത്രയും കയറിയതാണ്, നമ്മൾ റിഗ്രറ്റ് അടിക്കും. പിന്നെ ഉച്ചയ്ക്ക് എനിക്ക് തോന്നുന്നു പന്നിയൊക്കെ, ഞാനൊക്കെ സാധാരണ ഉറങ്ങാറുള്ളത്. പന്നി ഉറങ്ങാറുണ്ടോ? ചവിട്ടി എന്തെങ്കിലും അല്ലേ ഡിഫൻഡർ ആയിട്ട് കുറച്ച് കല്ലെടുത്തോ? കല്ല് കൊടുക്കാം, അല്ലെങ്കിൽ പൂവൊക്കെ മണപ്പിക്കാം. കാട്ടുപന്നി ചത്തി കുത്തി എന്നൊക്കെ പറഞ്ഞിട്ട് ആരൊക്കെ ഇല്ലേ? കാട്ടു നല്ല ഡേഞ്ചറാണ്. പക്ഷെ വലിയ സീനില്ല, ചിലതുകൾക്ക് പേടിയുണ്ടാവും. എന്റെ പോലെ അല്ല, മച്ചുവിന്റെ പോലെ. പൊടി നമ്മളൊന്നും ഉറങ്ങിക്കിടത്തുന്ന കാട്ടുപന്നീനെ എടുത്ത് എണീപ്പിക്കും. നമ്മളങ്ങനല്ല, നമ്മൾ സ്ട്രേഞ്ചേഴ്സ് അല്ലാണ്ട് ഇവിടെ നാട്ടുകാരായിട്ട് പോണം. അപ്പൊ അവർക്കരുത് ഒരു ചില്ലറക്കാരല്ല, പൈസക്കാരാ. ഡോളേഴ്സ്. കിളിയാണ്, കുരങ്ങനാണോ? കുരങ്ങണ ഇതിലൊന്നും ഇല്ലല്ലോ കയ്യില്. ഫോണൊക്കെ തട്ടി. ഫോൺ എടുത്തോ. ഏട്ടാ ഇതാണോടാ നീ പോയത്? ചായക്കടയാണ് ചോദിച്ചായിരുന്നേ. ഒരു ഹായ് പറഞ്ഞ എല്ലാവരും. അപ്പൊ ആ പുള്ളിക്കാരൻ പറഞ്ഞ് ധൈര്യമായിട്ട് പോവാ. അപ്പൊ നമ്മൾ റെഫറൻസും കിട്ടുന്നുണ്ട്. ഉണ്ടായിട്ടില്ല. അപ്പൊ ഞങ്ങളങ്ങനെ പോവാന്ന്. നമുക്ക് ചേട്ടാ കഴിക്കാനൊന്നും ഇല്ലല്ലോ, എല്ലാം തീർന്നല്ലേ? ആ ഓക്കെ. ആ we made it, guys. Guys, तुम्हारा ये oh my god, Allah.
അവിടെ ഇരുന്നത് നമ്മളെ അറ്റത്ത് ടോപ്പില് ടോപ്പ് ഓഫ് ദി ഇന്ത്യ ഈ പാപത്തെ പോടോ ഹായ് വന്നെടുക്കുക വായ കയറ് നല്ല പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് കള്ളം കൂടി എന്താണോ ഫിൽറ്റർ ഇല്ലാതെ ആയുധം ഓഫ് ദി എന്റെ സാധനം കാണാൻ നോക്കും കേട്ടോ. കിട്ടിയോ? നമ്മുടെ മറ്റു മുതല പൊങ്ങിയിരിക്കണം